നിങ്ങളുടെ കയ്യിൽ ഒരു ട്രേ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ ഒരു ഗ്ലാസ് വാട്ടറുമുണ്ട്. നിങ്ങൾ പതിയെ ആ ഒരു ട്രേയിലേക്ക് കൂടുതൽ ഗ്ലാസുകൾ ആഡ് ചെയ്യുകയാണ്. അതിലെല്ലാം നിറയെ വെള്ളവുമുണ്ട്. ഒരു 6 ഗ്ലാസ്സിൽ കൂടുതലൊക്കെ ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് കൊണ്ടു നടക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. വെള്ളം ഓവർഫ്ലോ ആകുകയും ഗ്ലാസ് മറിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിനും. നമ്മളുടെ മുന്നിലെത്തുന്ന ഓവർലോഡായിട്ടുള്ള ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിന് കഴിയില്ല. ഏകദേശം 5 to 9 ചങ്ക്സ് ഓഫ് ഡേറ്റാസ് മാത്രമാണ് നമ്മളുടെ ബ്രെയിന് അറ്റ് എ ടൈം അനലൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ഇതിനെയാണ് മില്ലേഴ്സ് ലോ എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷൻസിലോ ഒക്കെ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മെനു ബാറുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നതിന് പകരം ഗ്രൂപ്പ് ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കുക. പ്രൈസിംഗ് പ്ലാനുകളിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ യൂസേഴ്സിന് കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കാനുമാവും. അവർക്ക് ഇൻഫർമേഷൻസ് കൃത്യമായി മനസ്സിലാക്കാനും കഴിയും. ഇനി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ മില്ലേഴ്സ് ലോ അപ്ലൈ ചെയ്യുക. സിമ്പിളായി ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മില്ലേഴ്സ് ലോ എന്ന് പറയുന്നത് സിമ്പിളായി ഡിസൈൻ ചെയ്യാനാണ്.